ഈ ട്രൈബൽ അത് ഇതൊന്നും നോക്കണം. മീഡിയയിൽ 37,000 ചില്ലുവാനം കോടി, ശരിക്കും അത് 38,500 കോടിയാണ് ട്രൈബലിന് വേണ്ടി നീക്കിവെച്ച പണം. എവിടെയാണെന്ന് കാണിച്ചു തരാമോ എന്ന് ഞാൻ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലിരുന്ന് അർജുൻ മുണ്ടാജി ക്യാബിനറ്റ് മിനിസ്റ്ററുടെ ചെയർ ചെയ്യുന്ന മീറ്റിംഗിലാണ് ഞാൻ ഉദ്യോഗസ്ഥരോട് ചോദിച്ചത്. യു സെഡ് 38,500 crores for the tribals. Can you come to Kerala and show me? I need to see. 38,500 crores is not peanuts. എന്നെ കാട്ടിത്തരൂ. പക്ഷെ ഒരു വാക്കൂടെ ഞാൻ പറഞ്ഞു, അൺപാർലമെന്ററിയാണ്. All this data presented by different departments: health, social welfare, education, facilitation, infrastructure development. All these data presented by these officers are fraud. ഞാൻ അതിനെ അൺപാർലമെന്ററി ആയിട്ടാണ് കരുതുന്നത്. But that term is never referred to as unparliamentary in the lexicon. I don't think. Mr. Tom Vadakan should know better. What else do we call it then? Fraud എന്നല്ലാതെ പിന്നെ എന്താ പറയണ്ടേ? അത് പറഞ്ഞാൽ ഞാൻ ആ സിനിമ ഡയലോഗ് പറയേണ്ടി വരും, ഇല്ലാഴികയാണ് അല്ലേ? അത് പറഞ്ഞ ഉടനെ ഇവിടെ പലർക്കും വിറയല. അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അത് തന്നെ നോക്കിക്കൊണ്ടും പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പം പത്രങ്ങളുടെ എല്ലാം ബോക്സ് ന്യൂസ് ആയിട്ട് ഒരു പോസ്റ്ററൊക്കെ ഇട്ടിട്ടിരിക്കുക. 3,70,000 കോടി ഈ 37,000 ചില്ലാനാണ് ഞാൻ പറഞ്ഞത്. ആ 37,000 കോടി എന്നുള്ളതിന് 3,70,000 കോടി എന്നാണ്. ഡിജിറ്റ്സ് അറിഞ്ഞൂടെ അവർക്ക്? എന്തിനാണെന്നറിയാം, അവർക്ക് ഡിജിറ്റ്സ് അറിയാം. പക്ഷെ ഈ 3,70,000 കോടി എന്ന് സുരേഷ് ഗോപി പറഞ്ഞു, ഇതല്ലേ ഫ്രോഡ് എന്ന് വരുത്തി തീർക്കാനുള്ള ആയുധവൽക്കരണമാണ് നടത്തിയത്. പക്ഷെ എന്റെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിലെ വെർബാറ്റം എടുത്ത് നോക്കിയാൽ ഇപ്പോഴും ആണ്. ഏറ്റവും വലിയ അതിശയം, ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും. അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു ശാപമാണ്, ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ. ജാതിവശാൽ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി, ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ, അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ. വലിയ വ്യത്യാസം ഉണ്ടാവും. ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട്. പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ട്രൈബലിന്റെ തുകയെടുത്ത് വകമാറ്റിയതുപോലെ അല്ലാതെ ടൂറിസത്തിന് ഇത്രയും കോർപ്പസ് ഉണ്ട്, നീക്കിവെപ്പുണ്ട് എന്ന് മനസ്സിലാക്കി കേരളത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ പുലമ്പല് നടത്തിയാൽ പോരാ. കേരളത്തിന് സാസ്കിയുടെ കീഴിൽ, എന്റെ വകുപ്പിന് താഴെയാണ്, സാസ്കി പ്രോജക്ട്സ് ആയിട്ട് 2 പ്രോജക്റ്റിന് സാധ്യതയുണ്ടായിരുന്നു. ഒന്ന് സർഗാലയം വടകരയിൽ കൊടുത്തു, നല്ല പ്രോജക്റ്റ്. രണ്ടാമത് വന്ന പ്രോജക്റ്റ് ഒട്ടും ഫീസിബിൾ ആയിരുന്നില്ല. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇല്ല, രണ്ടാമത്തത് ഇല്ല എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്തിട്ട് യോഗ്യതയുള്ളവർക്ക് കൊടുക്കുക, അത് വേറെ സംസ്ഥാനമായാലും അതേ പറ്റൂ. ഒരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളെയും യൂണിയൻ ടെറിട്ടറീസിനെയും കാക്കേണ്ട ആളാണ്. അല്ലെന്നല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പടയാളികളും പറയട്ടെ, പ്രതിപക്ഷവും പറയട്ടെ അവിടുത്തെ. പക്ഷെ എന്താ ചെയ്തത്? ആ പ്രോജക്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് കൊല്ലം, എന്റെ ജന്മദേശമൊന്നുമല്ല, ഞാൻ പഠിച്ചതും വളർന്നതും അവിടെയാണെന്നേ ഉള്ളൂ. അതിനേക്കാൾ കൂടുതൽ കാലം ഞാൻ ജീവിച്ചത് തിരുവനന്തപുരത്താണ്. കൊല്ലം അഷ്ടമുടി കായലിന്റെ അവസ്ഥ
എനിക്ക് മനുവങ്കൾ എന്ന് പറയുന്ന സിനിമയിൽ ആ വെള്ളത്തിൽ ചാടുന്ന ഒരു സീനിൽ നിന്ന് അന്ന് മനസ്സിൽ കോറിയിട്ടതാണ്. അതിന്റെ തിരുത്തലിനുള്ള അവസരം എന്ന് പറയുന്നത് ദിസ് ഇസ് കർമ്മ. ഇതാണ് യോഗം എന്ന് പറയുന്നത്. അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റിന് എനിക്ക് പ്രപ്പോസ് ചെയ്യാൻ സാധിച്ചു സുമൻ ബില്ലാജി വഴി. ആ പ്രോജക്റ്റാണ് ഇപ്പോൾ കൊല്ലത്ത് ഏറ്റെടുത്തിരിക്കുന്നത്.